അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിർമ്മിത ബുദ്ധി, പ്രത്യാശകളും പ്രശ്നങ്ങളും എന്ന ഒരു വളരെ ആനുകാലികമായിട്ടുള്ള ഒരു വിഷയത്തിലോട്ടാണ് വിസ്ഡം കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഈ ഒരു വേദി ഇനി സജ്ജമാകുന്നത്. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് കേരളക്കരയ്ക്ക് വളരെയധികം പരിചിതനായിട്ടുള്ള യുവ സംരംഭകനായിട്ടുള്ള PC മുസ്തഫ സാഹിബാണ്. വയനാട് സ്വദേശിയാണ്. ഇഡ്ലിമാവും ദോശമാവും വിറ്റ് ലോകത്തോളം വളർന്ന ഒരു മലയാളി. ഫാറൂഖ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും NIT നിന്ന് എഞ്ചിനീയറിംഗും ബിരുദവും പിന്നീട് ബാംഗ്ലൂർ IIM നിന്ന് MBAയും പൂർത്തിയാക്കി വേറിട്ട വഴിയിൽ സഞ്ചരിച്ച അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ഇന്ന് 4000 കോടിയിലധികം വരുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഗ്ലോബൽ CEO കൂടിയാണ്. ഇപ്പോൾ ഭാവനകളില്ലാതെയും ലക്ഷ്യങ്ങളില്ലാതെയും പുതിയ സ്റ്റാർട്ടപ്പുകളിലോട്ട് ഓടുന്ന, ബിസിനസ്സുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പുതുതലമുറക്ക് എന്നും മാതൃകയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഈ യൂത്ത് കോൺഫറൻസിൻ്റെ വേദിയിലോട്ട് നമുക്ക് തീർച്ചയായും സ്വാഗതം ചെയ്യാം. സർ, നമുക്ക് യൂത്ത് കോൺഫറൻസിൻ്റെ ഈ വേദിയിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് തീർച്ചയായിട്ടും ചോദിക്കാനുണ്ട്. ഒന്നാമത്തത്, ഒരു ജോലി സ്ഥലത്ത് നിന്ന് വന്ന് അതിനിടയിലാണ് അദ്ദേഹം ഒരു ദോശമാവും ഇഡ്ലിമാവും നിൽക്കുന്ന ഒരു ബിസിനസ്സിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേദിയിലുള്ള യുവാക്കൾക്ക്, ഒരുപാട് ആളുകൾക്ക് ബിസിനസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംരംഭങ്ങൾ, ആശയങ്ങളൊക്കെ ഉണ്ടാവും. ഇവരോട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം താങ്കൾക്ക് കൺവേ ചെയ്യാനുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൻ യു ഹിയർ മീ? യെസ്. ഞാൻ MBA പഠിക്കുന്ന സമയത്താണ് ഈ ബിസിനസ് ഐഡിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കസിൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഐഡിയ നമുക്ക് അന്നങ്ങനെ ചെറിയ ഐഡിയ തോന്നിയത്. എൻ്റെ കസിൻസ് അന്ന് ചെറിയൊരു സ്റ്റോർ നടക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ, ഇന്ദിര എന്ന് പറഞ്ഞ ഏരിയയിൽ. അവിടെ നമ്മൾ പല ഐഡിയാസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് ഒരു ഐഡിയ ആണ് ദോശമാവ് എന്നുള്ളത്. ദോശമാവ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് അവിടെ ഒരു അൺബ്രാൻഡഡ് ഇഡ്ലി ദോശമാവിൻ്റെ സപ്ലയർ ഉണ്ടായിരുന്നു. അത് ഒരു പ്ലെയിൻ പൗച്ചിൽ റബ്ബർ ബാൻഡ് മോഡലിട്ടിട്ടുള്ള ഒരു പാക്കേജിങ് ഉണ്ടായിരുന്നത്. ഇറ്റ് ഹാഡ് ഓൾ ക്വാളിറ്റി ഇഷ്യൂസ്, ഹൈജീൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സർവീസ് കംപ്ലൈൻസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ കസിൻസ് പല പ്രാവശ്യം അത് ഫിക്സ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത്, ഞങ്ങൾക്ക് തന്നെ വൈ ഡോണ്ട് വി ഡു ഇറ്റ് അവർ സെൽഫ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ചെറുതായി സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ടെന്ന് വെച്ചാൽ ഒരു 50,000 റുപ്യ മുടക്കി ഒരു ഗ്രൈൻഡറും ഒരു മിക്സറും ഒരു സീലിംഗ് മെഷീനും ഒരു വെയിൻ സ്കെയിലും ഒരു സെക്കൻഡ് സ്കൂട്ടിയും വാങ്ങിച്ച് ഒരു ചെറിയ 50 സ്ക്വയർ ഫീറ്റ് ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് നോട്ട് ഈസി. അത് കുറെ ടഫായിരുന്നു ഇനിഷ്യൽ ഡേയ്സിനകത്ത്. ടു ഓൾമോസ്റ്റ് 1 year ടു ഗെറ്റ് ദ പ്രൊഡക്റ്റ് റൈറ്റ്. ആ പ്രൊഡക്റ്റ് കിട്ടാൻ കറക്റ്റായി കിട്ടാൻ 1 year എടുത്തു. പിന്നെ അവിടെ നിന്ന് ഒരു 100 പാക്കറ്റ് വിൽക്കാൻ വേണ്ടി പിന്നെ 1 year എടുത്തു. അതായിരുന്നു ഇനിഷ്യൽ ജേണി. ഇതിനകത്ത് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആസ് എ ബിസിനസ്മാൻ നമ്മുടെ റോൾ എന്താണെന്ന് വെച്ചാൽ, ലുക്ക് അറൗണ്ട്, ഐഡന്റിഫൈ കസ്റ്റമർ പ്രോബ്ലംസ് ആൻഡ് സോൾവ് ഇറ്റ് യൂസിങ് കോമൺ സെൻസ്. അതാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമുക്കൊരു ആശയം ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരുപാട് ക്യാഷ് വേണ്ട, ഒരുപാട് പണം വേണ്ടേ എന്നുള്ള എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമായിരിക്കും. അപ്പോൾ എന്താണ് അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഒന്ന്, ബിസിനസ് ഐഡിയ, ഒരു ബിസിനസ് മോഡല്, ടീം, ടൈമിംഗ്, ഫണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ടൈമിംഗ് ആണ്. ഫണ്ട് 5ാമത്തെ പോയിന്റാണ്. ആക്ച്വലി നമ്മളുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് ഫണ്ട് ഉണ്ടെങ്കിൽ ബിസിനസ് നടത്താമെന്ന്. അങ്ങനെയല്ല. ആക്ച്വലി ടൈമിംഗ് കറക്റ്റായി കിട്ടണം. ഏത് ബിസിനസ് ഐഡിയക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ടൈമിംഗ് ആണ്. 200-ലധികം കമ്പനികളുടെ സർവേ നടത്തിയിട്ട് ആ കമ്പനികളുടെ സക്സസും ഫെയിലിയറും അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, 42% ഓഫ് ദ കമ്പനീസ് അവരുടെ ടൈമിംഗ് കറക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് അവരൊന്നും സക്സസ്ഫുൾ ആയതല്ല ഫെയിലിയർ ആയത്. 12% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫണ്ടിങ്ങിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നുള്ളൂ.
ഫണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ല എന്നല്ലേ പറഞ്ഞത്. ബട്ട് ഫണ്ടല്ല ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഐഡിൻ്റെ കേസ് എടുത്ത് നോക്കൂ. ഞങ്ങൾ ഒരു 50,000 രൂപ മുടക്കിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് ആദ്യത്തെ 8 വർഷം 9 വർഷം ഞങ്ങൾക്ക് ഫണ്ടിങ്, എക്സ്റ്റേണൽ ഫണ്ടിങ് ഇല്ലായിരുന്നു. ഒരാളും എവിടുന്ന് ഫണ്ട് കിട്ടിയില്ല, ലോൺ എടുത്തില്ല, പലിശ പോയില്ല. പക്ഷെ എന്നിട്ട് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തിക്കാൻ പറ്റി. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഫണ്ടിങ് വേണ്ടെന്നല്ല പറഞ്ഞത്, ഫണ്ടിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈമിംഗ് ആണ് ബിസിനസ് ഐഡിയയുടെ. ഓക്കെ, അപ്പോൾ ഫണ്ടിങ്ങിനേക്കാളും പ്രധാനം ടൈമിംഗ് ആണ്. അതോടൊപ്പം താങ്കൾ മെൻഷൻ ചെയ്തൊരു പോയിന്റ്, ഒരിക്കൽ പോലും ലോൺ എടുത്തിട്ടില്ല, ഒരു പലിശ ഈ ബിസിനസ്സിന് വേണ്ടി. 4000 കോടിയിലധികമാണ് ഇപ്പോൾ ഐഡിയയുടെ ആക്ച്വൽ വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിക്കലി നമുക്കറിയാം പലിശ എന്നുള്ളത് ഒരു വൻ പാപങ്ങളിൽ പെട്ടതാണ്. താങ്കളൊരു എത്തിക്കൽ ബിസിനസ്സിൻ്റെ ഒരു ഫ്ലാഗ് ബിയറർ കൂടിയാണ്. അപ്പോൾ ഇസ്ലാമിക്കലി പലിശ ശരിയല്ല എന്നറിയുമ്പോൾ തന്നെ ഒരു ബിസിനസ് വൈസ് നോക്കുമ്പോൾ പലിശയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടാണ് അത്തരം ഒരു ഡിസിഷനിൽ എത്തിച്ചേർന്നത്? പലിശയിൽ എടുക്കാതിരിക്കാൻ, പലിശയ്ക്ക് പോകാതിരിക്കാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഒന്ന് ഒരു ബിസിനസ് റീസൺ ഉണ്ട്, ഒന്ന് നമ്മളുടെ വാല്യൂ ബേസ്ഡ് റീസൺസ് ഉണ്ട്. 2 ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ റീസൺസ് നമ്മളുടെ ഒരു വിശ്വാസ്യത നിലക്കുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. പക്ഷെ അല്ലാതെ ബിസിനസ് മെൻ എന്നുള്ള നിലക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പലിശക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലിശ ഒരു ട്രാപ്പാണ്. അതിൽ വീണ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. പലിശ ഉണ്ടെങ്കിൽ നമുക്ക് പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. കാരണം നമുക്ക് പിന്നെ EMI അടക്കില്ല നമ്മുടെ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും. പിന്നെ ഈ ബിസിനസ്സിനെ പറ്റി പഠിച്ച ആളുകൾക്ക് ചോദിച്ചാൽ അറിയാം, പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇൻട്രസ്റ്റ് വെച്ചിട്ടല്ല, ഇൻട്രസ്റ്റ് ഫ്രീ ബിസിനസ് റൺ ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം നോക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ എപ്പോഴും പലിശ ഇല്ലാത്ത ബിസിനസ് ആണ് എപ്പോഴും നല്ലത്. ബിസിനസ് റീസൺസ് ആയി പറഞ്ഞത്. പിന്നെ എത്തിക്കൽ റീസൺസ് ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലിശ ഒരു ട്രാപ്പാണ്. അത് വീഴും, തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. പലിശയുടെ ബിസിനസ്സിന് ബർക്കത്തുണ്ടാവില്ല, നിയമത്തുണ്ടാവും, പക്ഷെ ബർക്കത്തുണ്ടാവില്ല. പിന്നെ പലിശ എന്നുള്ളത് അള്ളാഹ്ക്കും പ്രവാചകനുമെതിരെയുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിനകത്ത് നമ്മുടെ ഏത് ഭാഗത്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതാണ്, നമുക്കൊരു പറ്റുന്നതല്ല. പിന്നെ ഡിസ്ബിലീഫിലേക്കുള്ള, അതായത് കുഫറിലേക്കുള്ള ഒരു പാത്താണ് പലിശ. ആൻഡ് പലിശക്കാർക്ക് എന്താ പറയുക, ഹെല്ലില്, അതായത് നരകത്തിൽ പെർമനന്റ് സീറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നെ വല്ല ടച്ച് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, പലിശക്ക് 73 ഡോർ ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ ഡോർ പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക നിലക്ക് ഒരിക്കലും പലിശയെ ഇടാൻ പറ്റില്ല. 2 കാര്യം പറഞ്ഞത്, ബിസിനസ് റീസൺസും നമ്മളുടെ ബിലീഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ട് പ്രകാരവും പലിശക്ക് പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇത്ര വലിയൊരു ബിസിനസ് താങ്കൾ ചെയ്യുമ്പോൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം? ഈ ഒരു പ്രശ്നത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പലിശ ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യുന്നതിന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന് ചില ടിപ്സ് നമ്മുടെ ഒരു ഓഡിയൻസിന് കൊടുത്താൽ, യൂത്ത് കോൺഫറൻസിന് നൽകിയാൽ നന്നായിരിക്കും തോന്നുന്നു. പലിശ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ എളുപ്പമല്ല, നല്ല ടഫാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ചെറുക്കലാണ്. ആ ട്രാപ്പിൽ വീണ് പോകില്ല. രണ്ടാമത്തത്, ഇതൊരു സാക്രിഫൈസ് ആണ്. നമുക്ക് പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും നമുക്ക് ബിസിനസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. നമുക്ക് എന്താ പറയാ, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതായത് ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് തുടക്കത്തിൽ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ പലിശയിൽ നമ്മൾ ചെന്ന് പെട്ടുപോകും. അടുത്തുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ ബിസിനസ് ഫോക്കസ് ചെയ്യാം. ഞങ്ങൾ വെറും 50,000 രൂപ മുടക്കിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതേപോലെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ ബിസിനസ്സാണ് എപ്പോഴും നമുക്ക് പലിശയില്ലാതെ ബിസിനസ് ചെയ്യാൻ നല്ലത്. അടുത്തുള്ളത് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് എന്ന് ഉറപ്പിക്കുക. അത് നിങ്ങൾക്കറിയാം, കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ഫ്ലോ അഫക്റ്റ് ചെയ്യും. അപ്പം കടം കൊടുക്കാതെ ബിസിനസ് ചെയ്യാൻ നോക്കുക. അടുത്തുള്ളത് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ നോക്കുക. നമ്മളെ പിന്നെ ഇൻവെന്ററി 0 ഇൻവെന്ററി ആണെങ്കിൽ, അതായത് പിന്നെ സ്റ്റോക്ക് അധികം ഇല്ലെങ്കിലും നമുക്ക്
പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ അലൈൻ യുവർ ടീം ആൻഡ് ഫാമിലി. ഇത് ഈ ഒരു സാക്രിഫൈസിനകത്ത്, ഈ ഒരു യുദ്ധത്തിൽ യു നീഡ് എ ടീം. ഇറ്റ്സ് എ വാർ അഗെയിൻസ്റ്റ് അൺഎത്തിക്കൽ പ്രാക്ടീസസ്, റൈറ്റ്? അപ്പോൾ അതിന് യൂണിറ്റ് ടീം കാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, ജസാക്കുമുല്ലാ ഖൈർ. ഞാൻ ലാസ്റ്റ് ഈ ഒരു ടോപ്പിക്കിലോട്ടൊരു ഇൻട്രോ മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ യുവർ ടൈം. നമ്മൾ AI വരുന്നൊരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ നിന്ന് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആളുകളുടെ ജോബ്സിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? പല ആളുകളും AI ഒരു എന്താ പറയാ, ഒരു ഓപ്പർച്യൂണിറ്റി ആണോ ക്രൈസിസ് ആണോ എന്നുള്ള ഒരു ഡിസ്കഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിനകത്ത് എവരി ക്രൈസിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി, അല്ലേ? ഞാൻ ഫോർ എക്സാമ്പിൾ 30 വർഷം മുമ്പ് കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ആളുകൾക്ക് ജോലി പോകും പറഞ്ഞിട്ട്. ബട്ട് എന്താ ഉണ്ടായത്? കമ്പ്യൂട്ടേഴ്സ് വന്ന് പുതിയ കുറെ ജോലി ക്രിയേറ്റ് ചെയ്തു. AI-യിലും നമ്മൾ നോക്കാൻ അങ്ങനെയാണ്. How do we use AI and make benefit out of it? അതായത് AI യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കുക എന്നാണ് അവിടെ നോക്കാറുള്ളത്. ഞാൻ ജസ്റ്റ് ഐഡിൻ്റെ എക്സാമ്പിൾ പറയാം. ID ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വെരി ഹൈ വേസ്റ്റേജ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഡാറ്റ ഉപയോഗിച്ച് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഓരോ സ്റ്റോറിലും ഓരോ ദിവസവും എത്ര പ്രൊഡക്റ്റ് എത്ര വെക്കണം എന്ന് ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റമാണ്. ഫോർകാസ്റ്റിംഗ് ടൂൾസ് വെച്ചിട്ട് ആണ് ഞങ്ങൾ ഇഡ്ഡലി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേസ്റ്റേജ് ലെസ് ദാൻ 2% കിട്ടിയാണ്. അതേപോലെ എങ്ങനെയാണ് AI യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ബിസിനസ് ആൻഡ് കരിയർ ഇമ്പ്രൂവ് ചെയ്യുക എന്നാണ് നോക്കാനുള്ളത്. ഒരിക്കലും ടെക്നോളജി നമ്മൾക്ക് ഒരു എന്താ പറയാ ത്രെട്ട് അല്ല, ഇറ്റ്സ് ഓൾവേസ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ജസാക്കുമുല്ലാ ഖൈർ ഫോർ ജോയിനിങ് ഈ ഒരു യൂത്ത് കോൺഫറൻസിൻ്റെ, കേരള യൂത്ത് കോൺഫറൻസിൻ്റെ പ്രൗഢമായിട്ടുള്ളൊരു വേദിയിൽ താങ്കളുടെ ഈ ഒരു ചുരുങ്ങിയ സമയം ചെലവഴിച്ചതിന് വിസ്ഡം യൂത്തിൻ്റെ എല്ലാ നന്ദിയും പറയുന്നു. അള്ളാഹു താങ്കൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.